ആഹാ, ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. പോലീസ് വരുമോന്ന് അറിയണമല്ലോ. ഇപ്പോൾ മേയർ കെയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓണാഘോഷിക്കുന്നതിൻ്റെ വേണ്ടിയിട്ട് എന്താണ് ലക്ഷക്കണക്കിന് രൂപ ചില വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ചട്ടങ്ങൾ തന്നെ പറയുന്നത് ഈ പിന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള ഡൊണേഷൻസോ അല്ലെങ്കിൽ അവിടെ നിന്ന് സംഭാവനകളോ സമ്മാനങ്ങളോ ഒന്നും വാങ്ങാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ്. ഫ്ലാഷ് ബാക്ക്. ഇവിടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ ചില തുണിക്കടകളിൽ നിന്നും അതുപോലെ തന്നെ ചില മാളുകളിൽ നിന്നും ഒക്കെ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വാങ്ങി കൂട്ടിയിരിക്കുകയാണ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. വാങ്ങിക്കൂട്ടുക മാത്രമല്ല, ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്കും ജീവനക്കാർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല എല്ലാ തവണ ഓണക്കോടി വാങ്ങാറുണ്ടോ? ഇല്ല, അങ്ങനെ വാങ്ങില്ല. അമ്മക്ക് വാങ്ങിക്കാനുള്ള ഒരൊലക്ക കിട്ടുമോ? ഒലക്കയോ? വലിയ സമ്മാനങ്ങൾ വാങ്ങിയിരിക്കുന്നു. മുതലാളിമാരുടെ അടുത്ത് നിന്നാണ് സമ്മാനം വാങ്ങിയത് പറയുന്നത്. പിന്നെ അരിയും പഞ്ചസാരയും ശർക്കരയും നെയ്യും ഒക്കെയാണ് കൊടുത്തത്. അതുള്ളവരെന്നല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. കോർപ്പറേഷനിൽ ഇപ്പോൾ നെല്ല് നട്ട് അരി ഉണ്ടാക്കിയിട്ട് ഓണ കിറ്റിന് കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അതെവിടെയാണോ ഉള്ളത് നിയമാനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അത് വാങ്ങും. ദീപക് 5 വർഷം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ അലക്കാനും കുളിക്കാനും സോപ്പ്, പാം ഓയിൽ, മണ്ണെണ്ണ എല്ലാം കൃഷിയാ? ഒന്നും വാങ്ങരുതില്ല? ഒന്നും വാങ്ങാറില്ല, ഒക്കെ കൃഷിയാ. ഈ കോണം വരെ എന്താ സ്വാഭാവികമായിട്ടും കോർപ്പറേഷനിലെ മേയറും ഭരണസമിതി അംഗങ്ങളും ഒക്കെ തന്നെ ഓണാഘോഷിക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് ഈ കോർപ്പറേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന 4000 ജീവനക്കാരുണ്ട്, ശുചീകരണ തൊഴിലാളികളുണ്ട്, ഡോഗ് സ്ക്വാഡ് അംഗങ്ങളുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഓണാഘോഷിക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നു. മേയർക്ക് അങ്ങനെ വാങ്ങാൻ കഴിയില്ല എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനല്ലേ, അപ്പോൾ മുനിസിപ്പൽ ആക്ടിനകത്തു നിന്നുകൊണ്ടാണ് ഒരു മേയർ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് പൊതുപ്രവർത്തകർ പ്രവർത്തിക്കേണ്ട എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ദീപക് 5 വർഷം ഇങ്ങനെയൊക്കെ പറയും. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. സ്വാഭാവികമായിട്ടും ആരോപണം ഉയർന്നു വരാനുള്ള കാരണം എന്താണ് മനസ്സിലായത്? അത് ഞാൻ BJP ആയതുകൊണ്ട് ഇപ്പോഴൊന്നും അല്ലല്ലോ. CPM സ്വാഭാവികമായിട്ട് ആരോപണങ്ങൾ ഉയർത്തും. അത് ദീപകിൻ്റെ സ്വാതന്ത്ര്യമാണ്. ദീപക് പറഞ്ഞതിനെ അങ്ങ് അറ്റം ബഹുമാനത്തോടെ തന്നെയാണ് ഞാൻ കേട്ടത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ, ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും പറയരുത്.